കാസർഗോഡ് നഗരസഭയിൽ ലീഗ് നേതാക്കൾ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. വോട്ടർ പട്ടിക ഹിയറിംഗിന് ഇടെയാണ് സംഭവം. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വ്യാപകമായി കള്ളവോട്ടുകൾ ചേർത്തതായി പരാതിയുള്ള വോട്ട് തള്ളുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടത്തിയ ഹിയറിംഗിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം. സമരാക്കിയ രണ്ട് സമരം നിങ്ങൾ തള്ളാൻ കൊടുക്കുന്നത്. സമരാക്കിയ ആളാണ് ഈ തള്ളാൻ തന്നിട്ടുള്ളത്. സാറേ എന്ത് പറഞ്ഞിട്ട് ഫലമില്ല. നിങ്ങൾ ആദ്യം ഞാൻ പറയാം, ഈ 2025 ചേർത്ത വോട്ട് എല്ലാ നടപടിക്രമം പൂർത്തീകരിച്ചിട്ട് ഹിയറിംഗ് നടത്തിയിട്ട് ചേർത്ത വോട്ട് നിങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം തള്ളി. 4ഉം 5ഉം തള്ളിയതിനു ശേഷം 4-ാം തീയതിയും 5-ാം തീയതിയും പുതിയ വോട്ടർമാരെ ചേർക്കാനുള്ള അവസരം ഇലക്ഷൻ കമ്മീഷൻ തന്ന്. സത്യമല്ലേ? 5-ന് വൈകുന്നേരം 4:45 ഞങ്ങൾ തന്ന അപേക്ഷയാണ്. എങ്ങനെ 6-ാം തീയതി നിങ്ങൾക്ക് തള്ളാൻ നിങ്ങൾ വാങ്ങി? എങ്ങനെ ഇവിടുന്ന് വാങ്ങി? ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ വാങ്ങിയത് തള്ളാൻ കൊടുക്കാനുള്ള സമയം എന്ന് പറയുന്നത് 4ഉം 5ഉം ആണ്. എങ്ങനെ നിങ്ങൾ 6-ാം തീയതി വാങ്ങി? 4-ാം തീയതി 5-ാം തീയതി 4:45 ഈ രണ്ടാൾക്കെന്നെ കൊമ്പിട്ട എന്തിനാലും പൊടിപൊടിയാക്കുന്നത് ഓർക്കില്ലാണ് ഓരെല്ലാം ഈ അച്ചാരം ഈ 2 മാസം ഞങ്ങൾ ഒന്നും കൊണ്ടിട്ട് ഇവിടെ സമരം ഞങ്ങളെ വോട്ട് തള്ളിയിട്ട് ഞങ്ങൾക്കെതിരെ സമരം ഞങ്ങളെ വോട്ട് തള്ളിയിട്ടുള്ളൂ. അത് വന്നിട്ട് ഇന്നലെ സമരത്തിന് ബാൻഡർ ഉച്ചോനി ഇന്ന് 70 വോട്ട് തള്ളാൻ കൊടുത്തിട്ട് തടയിട്ടിട്ട് ഇന്നലെ ഇവിടെ സമരത്തിന് ബാൻഡർ ഉച്ചോനി. പോലീസുകാരെ നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ നോക്ക്, ഒരു വീഡിയോ ഞാൻ തരാം. ഓരോ ബാൻഡർ ഉച്ച കള്ള വോട്ട് ചേർക്കുന്നത് ഞങ്ങളെ വോട്ട് തള്ളം നിർമ്മിച്ച് ഒരു വാർഡിന് തള്ളം കൊടുത്തിന് ഉദ്യോഗസ്ഥന്മാർ മുമ്പിൽ അതിന്റെ ആളെ പറ്റിയിരിക്കുന്നത്. കസാല ഇട്ടിട്ട് കൊടുക്കുന്ന വെള്ളം കൂടി കൊടുക്ക്, ചോറും കൂടി കൊടുക്ക്. നമ്മളോടത്തോളം കൊണ്ടാണ് നിന്നേരണം ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി. ഇവിടെ ഒരു പ്രശ്നം വേണ്ടാന്ന്. നിങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്കും വേണ്ട. ഞങ്ങളുടെ തണ്ടും കയ്യുമെല്ലാം ഉള്ളതന്നെ നിയമത്തിന്റെ വഴി വേണം. നിയമത്തിന്റെ വഴി ഒറ്റക്ക കയ്യൂക്കാണ്, കയ്യൂക്കൊക്കെ രണ്ടും നികതയാണ്. ഒറ്റനും വരല്ല അതിന്റെ ഉള്ളിലേക്ക്. ഇത് സൂചന മാത്രം. ഇന്ന് നാളെ കൊണ്ട് പറഞ്ഞില്ല, നാളെ മുതൽ കയ്യും കാലും വരും. ഒരു ലീഗിന്റെ നേതാവ് പറയുന്നതാണ് നിങ്ങൾ കേൾക്കുന്നത്. അവിടുത്തെ ഉദ്യോഗസ്ഥരോട് ഈ കള്ളവോട്ട് ചേർത്തു എന്ന ആക്ഷേപം പരിശോധിക്കണമെന്ന ഉദ്യോഗസ്ഥരോട് പറയുന്നതാണ്. നാളെ മുതൽ കയ്യും കാലും എടുക്കുമെന്നാണ് പറയുന്നത്. നോക്കൂ എത്രമാത്രം വലിയ ഭീഷണിയാണ് നടക്കുന്നതെന്ന്. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, കാസർഗോഡ് നഗരസഭ എന്ന് പറയുന്നത് ലീഗിന് വലിയ അപ്രമാദിത്വമുള്ള, UDF-ന് വലിയ ഭൂരിപക്ഷമുള്ള ഇടം കൂടിയാണ്. അവിടെയാണ് അവർ ഈ പറയുന്ന രീതിയിൽ ഉദ്യോഗസ്ഥരെ അടക്കം ഭീഷണിപ്പെടുത്തുന്ന നടപടികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സിജു കണ്ണൻ കൂടി എന്നോടൊപ്പം ചേരുകയാണ്. സിജു, ലീഗ് വ്യാപകമായി കള്ളവോട്ട് ചേർക്കുന്നു എന്ന പരാതി അവിടെ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ വരുന്നു. അത് പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നു, ഹിയറിംഗ് നടത്തുന്നു. എന്നാൽ ആ ഹിയറിംഗിൽ വെച്ച് നിങ്ങളുടെ കയ്യും കാലുമൊക്കെ എടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ലീഗിന്റെ ആൾക്കാരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മനു, കാസർഗോഡ് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ലീഗിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. ലീഗ് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്. ഈ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് വ്യാപകമായി കള്ളവോട്ട്, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടികയിൽ വ്യാപകമായ കള്ളവോട്ട് ചേർത്തതായി പരാതി ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ LDF-ഉം മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം തന്നെ പരാതി നൽകിയിരുന്നു. പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ ഈ വോട്ടുകൾ തള്ളി. എന്നാൽ പിന്നീട് വീണ്ടും ഈ വോട്ടുകൾ തിരികെ കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് ആ പരാതി ഉയർന്നിരിക്കുന്നത്. നവംബർ 4-5 തീയതികളിൽ പുതിയ വോട്ടർമാരെ ചേർക്കാൻ അവസരമുണ്ടായിരുന്നു. ഈ സമയത്ത് വ്യാപകമായി ഓരോ വാർഡുകളിലും 80 മുതൽ 90 വോട്ടുകൾ വരെ ചേർത്തു എന്ന പരാതിയാണ് ഉയരുന്നത്. ഇതിനെതിരെ വീണ്ടും പരാതി നൽകിയിരിക്കുകയാണ് LDF ഉൾപ്പെടെയുള്ള ആളുകൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 12-13 തീയതികളിൽ ഇന്നുകൂടി ഹിയറിംഗ് ഉണ്ട്. രാഷ്ട്രീയ പാർട്ടികളെ പരാതി നൽകിയ ആളുകളെ ഉൾപ്പെടെ വിളിച്ചു വരുത്തിക്കൊണ്ടുള്ള ഹിയറിംഗ് ആണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹിയറിംഗിനിടെ വൈകുന്നേരം 4 മണിയോടുകൂടി നടന്ന സംഭവങ്ങളാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളായി കണ്ടത്. യൂത്ത് ലീഗ് നേതാവിൻ്റെ നേതൃത്വത്തിൽ, അഷ്റഫ് ഇടനീർ ഉൾപ്പെടെ ഉള്ള ആളുകളുടെ നേതൃത്വത്തിൽ വലിയ ഭീഷണി ഉദ്യോഗസ്ഥർക്ക് നേരെ ഉയർത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരെ ആക്രമിക്കും, ശാരീരികമായി ആക്രമിക്കും എന്നുൾപ്പെടെയാണ് യൂത്ത് ലീഗ് നേതാവിൻ്റെ ഭീഷണി. ഇങ്ങനെ വലിയ ഭീഷണിയാണ് ഉദ്യോഗസ്ഥർക്ക് ഇവിടെ നേരിടേണ്ടി വരുന്നത്. LDF ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്, ഈ സ്ഥലം മാറിപ്പോയ ആളുകൾ ഒരു വാർഡിൽ നിന്ന്
മറ്റൊരു വാർഡിലേക്ക് പോയ ആളുകൾ, ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ നിന്ന് പോയ ആളുകൾ, നാട്ടിലില്ലാത്തവർ, വർഷങ്ങളായി നാട്ടിലില്ലാത്തവർ, ഇങ്ങനെയുള്ള ആളുകളുടെ എല്ലാം തന്നെ വോട്ടുകൾ വ്യാപകമായി മുസ്ലിം ലീഗ് ചേർത്തിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ആ പരാതി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടിക കൃത്യമായി പരിശോധിച്ചുകൊണ്ടാണ് LDF കഴിഞ്ഞ ദിവസങ്ങളിൽ പരാതി നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഹിയറിംഗ് നടക്കുന്നത്. ഇന്നലെയും ഇന്നുമായി ഹിയറിംഗ് നടക്കും. ഈ ഹിയറിംഗ് നടക്കുന്നതിനിടെയാണ് വലിയ ഭീഷണി ഉദ്യോഗസ്ഥർക്ക് നേരിടേണ്ടി വരുന്നത്. തങ്ങൾ പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വോട്ടുകൾ തള്ളിയാൽ പുറത്തിറങ്ങിയാൽ കായികമായി ആക്രമിക്കുമെന്ന തരത്തിലുള്ള ഒരു ഭീഷണിയാണ് നിലനിൽക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് LDF ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു. കാസർഗോഡ് നഗരസഭയിലേക്ക് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി വ്യാപകമായി കള്ളവോട്ട് ചേർക്കാനുള്ള നീക്കത്തിനെതിരെ 10-ാം തീയതി വലിയ പ്രതിഷേധം LDF നടത്തിയിരുന്നു. മറ്റ് രാഷ്ട്രീയ പാർട്ടികളും വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഏതായാലും ഇന്നും ഇതേ നിലയിലുള്ള ഒരു പ്രതിഷേധം ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തൽ ഉൾപ്പെടെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. കാരണം ഇന്നുകൂടി ഹിയറിംഗ് ഉണ്ട്. പല വാർഡുകളിലും 70 വോട്ടുകളും 80 വോട്ടുകളും ഇങ്ങനെ ചേർത്തിട്ടുണ്ട്. ആ വോട്ടുകളെല്ലാം തള്ളണമെന്ന് രേഖാമൂലം കൃത്യമായി അവരവിടെ താമസമില്ല, അവരവിടെ നിന്ന് മാറിപ്പോയതിൻ്റെ ഉൾപ്പെടെ രേഖകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ LDF മുന്നോട്ട് പോകുന്നത്. ഏതായാലും ശക്തമായി ഈ വോട്ടുകൾ തള്ളുന്നതിന് ഇടപെടൽ നടത്തുമെന്നാണ് LDF അറിയിച്ചിരിക്കുന്നത്.